കഴിഞ്ഞ ദിവസം അരീക്കോട്ടെ SKSF ഒരു സമ്മേളന പരിപാടിയിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം നടത്തിയ ഒരു പ്രസംഗം, അതിൻ്റെ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, ഏത് സാഹചര്യത്തിലാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത് എന്നൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. ഉസ്താദ് ഉമർ ഫൈസി മുക്കം അവർ ഇപ്പോൾ സുപ്രഭാതത്തോടൊപ്പം ചേരുകയാണ്. ഉസ്താദെ, താങ്കളുടെ ഒരു പ്രസംഗം ഇപ്പോൾ വല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും ഹൈന്ദവ സഹോദരങ്ങൾക്കെതിരെ ഉസ്താദ് ഒരു പരാമർശം നടത്തി എന്ന രീതിയിലൊക്കെയുള്ള ഒരു പ്രചാരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ആ സമ്മേളനത്തിൽ ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ ഉസ്താദ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും SKSF നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ആദർശ സമ്മേളനം എന്ന പേരിൽ. അത് അരീക്കോട് മേഖലയുടേത് നടന്നപ്പോൾ അവിടെ ഞാൻ സംസാരിച്ചു. ഇന്നലെ മുഷാവറ യോഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് എത്തിയത്. മുഷാവറ യോഗത്തിൻ്റെ ഒരു തീരുമാനം, ഇന്ന് ആരാധനാലയങ്ങൾ മറ്റുള്ള മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ കയ്യേറപ്പെടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് തീരുമാനമെടുത്തു എന്ന് പറഞ്ഞതാണ്. അപ്പം ചില ആളുകളൊക്കെ പഴയ പള്ളികളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളും അതുപോലെ നമ്മുടെ മക്ബറകളൊക്കെ തന്നെ പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയെ പരാമർശിച്ചപ്പോൾ ഞാൻ പരാമർശിച്ചൊരു സംഗതിയാണ്. അല്ലാതെ അത് അൽഹംദുലില്ലാഹ് ഇന്ന് സുപ്രീം കോടതി അടക്കം അതിനനുകൂലമായ നിലപാടുകൾ വിധി വന്നിട്ടുള്ളതാണ്. അതൊക്കെ വളരെ സന്തോഷകരമാണ്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുലമയും അതിൻ്റെ പ്രവർത്തകരൊക്കെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ ഊന്നി പ്രവർത്തിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമാണെന്ന് എല്ലാവർക്കും നാട്ടിലെ ആൾക്കാർക്കൊക്കെ അറിയാം. അതിൻ്റെ ഒരു വക്താവ് തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാനോ അവഹേളിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ വസ്തുക്കളുടെ പേര് പറഞ്ഞ് ഞാൻ എന്താക്കിയിട്ടുണ്ട് അവിടെ പറഞ്ഞു എന്നല്ലാതെ അങ്ങനെ സർവേ നടത്തുമ്പോൾ അത്തരം സാധനങ്ങൾ കണ്ടു കിട്ടുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ പള്ളി പണ്ട് ക്ഷേത്രമായിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ആ രംഗം വിവരിച്ചപ്പോഴുണ്ടായ 2 പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ലാതെ ഞാൻ ഒന്നും അതിനുദ്ദേശിച്ചില്ല. ആരാധ്യ വസ്തുക്കൾ എന്നല്ലാതെ ഞാനൊന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞൊരു വാക്കാണ്. അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് എനിക്കെതിരെ തിരിച്ചുവിടാൻ വേണ്ടി അല്ലെങ്കിൽ വർഗീയത പരത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികൾ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ചാനലുകളിൽ നടക്കുന്നു എന്നത് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചും ദുരുദ്ദേശപരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹൈന്ദവ സഹോദരങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള ഒരു സംഗതി ഇനി ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ മറ്റുള്ളവർ പരത്തിയതിൻ്റെ പേരിൽ എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വല്ല വിഷമവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിൽ നിർവാജ്യം ഖേദിക്കുകയാണ് എന്ന് മാത്രം പറയുന്നു.